ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ട് പോകാൻ സാധിക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങി 40,000-ഓളം മലയാളികളായ ആൾക്കാർക്ക് പ്രാവശ്യം ഇതുവരെ സീറ്റ് അനുവദിച്ച് കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് പാവങ്ങൾ വല്ലാതെ വേദനയോടെ, വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് കൊണ്ട് വസീറ്റിൽ ആൾക്കാർക്ക് അപ്പോട്ട് എത്രയോ ഉമ്മമാർ ഒരുപാട് ആശംസിച്ചു. പണം സ്വരുക്കൂട്ടി ഭർത്താവിന്റെ ഓർമ്മയൊക്കെയുള്ള സ്വർണ്ണമൊക്കെ വിറ്റ് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് പോകാൻ പറ്റാത്ത, ഇതുവരെ ഡേറ്റ് കിട്ടാത്ത ആൾക്കാർ ഒരുപാട് 40,000-ഓളം ആൾക്കാരുണ്ടെന്നാണ് സംസാരിക്കുന്നത്. അവർക്കൊക്കെ സൈഡ് നൽകുമാറാവട്ടെ, എത്രയും കഴിയുന്ന ഹജ്ജ് പൂർത്തിയാക്കുമാറാവട്ടെ. അതുപോലെ സാധുക്കളായ നമുക്കും മക്ബൂലുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സാന്ദർഭികമായി പറയാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹജ്ജ് നിർബന്ധമാവാൻ വലിയ കോടീശ്വരനൊന്നും ആവണ്ട. ഹജ്ജ് നിർബന്ധമാവാൻ ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പോയിട്ട് ഹജ്ജിന്റെ അമലിയല്ല ആരോഗ്യം. രണ്ടാമത്തെ സാമ്പത്തിക ശേഷി വേണം എന്ന് പറഞ്ഞാൽ അയാൾക്കും അയാളുടെ ഭാര്യ, മക്കള്, ഉമ്മ ഇങ്ങനെ ചെലവുകൾക്ക് നിർബന്ധമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഹജ്ജിന് പോയിട്ട് വരുന്ന കാലയളവിൽ ജീവിക്കാൻ വേണ്ടി വരുന്ന ഭക്ഷണം, താമസം, അതുപോലെ തന്നെ ഇതിനുള്ള വസ്ത്രം, ഇത് മൂന്നിന്റെയും സാമ്പത്തിക ശേഷി കഴിച്ച് ബാക്കിയുള്ളതാണ്. അപ്പോ ഒരു 2-3 ലക്ഷം രൂപ പരമാവധി കണക്കൂട്ടിയാൽ അത് കഴിഞ്ഞിട്ട് ഒരാളെ കയ്യിൽ ഹജ്ജിന് പോയിട്ട് 10 വയസ്സ് 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ആസ്തി ഒരാളുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാർ ഹജ്ജ് നിർബന്ധമാകുന്നവരാണ്. പലരും ഹജ്ജ് ചെയ്യേണ്ടത് വയസ്സായിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ നല്ല കാലത്ത് ചെയ്യാൻ പോകാം. മക്കളെയും മക്കളെയും പിന്നെ ആരിലുള്ള തറവാട്ടിലെ സകല ആളെയും കല്യാണം കഴിപ്പിച്ചിട്ട് എന്തൊക്കെ പൈസയുടെ ബാക്കിയുണ്ടെങ്കിൽ ഒരുങ്ങിയിട്ട് പോകേണ്ടതല്ല ഹജ്ജ്. ഹജ്ജ് ചെയ്യാതെ, ഹജ്ജിന് സാമ്പത്തിക ശേഷിയും ഒരുക്കവും ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ യഹൂദിയായിട്ട് ചത്തുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവമുള്ള സംഗതിയാണ് ഹജ്ജ് എന്നുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹജ്ജിന് പോകണം. ഇനി ഹജ്ജിന് പോകാൻ ഒരാളുടെ സാമ്പത്തിക ശേഷി ഉംറ വേറെ ലെവലാണ്. ഉംറക്ക് പോകാൻ ഇപ്പോഴത്തെ കണക്കിൽ 1 ലക്ഷം രൂപ ഉണ്ടായാലും ഉംറക്ക് പോകും. ഈ പറയപ്പെട്ട സാമ്പത്തിക ശേഷിയെ കഴിഞ്ഞിട്ട് നമ്മളിത് ഉമ്മമാരിലുണ്ടാവും, അവന്മാരെ കഴുത്തിലുണ്ടാവും, ഇവിടെയുണ്ടാവും, ഇടയിലുണ്ടാവും, വരെ ചെയ്തിട്ടുണ്ടാവും, മക്കളെ അയച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധമായും മക്കൾ ചെയ്യേണ്ട കാര്യം ഇതൊന്നും കവറിൽ കൊണ്ടുപോകാനൊന്നുമില്ല. മരിച്ച മക്കൾ മൂത്ത മോള് ഇളയ മോളെ തല്ലുകൊള്ളും. അതിന് വേണ്ടി അത്രയുണ്ടാവും. ഇതെല്ലാം വിറ്റിട്ട് വേഗം ഉംറ അത് ചെയ്യാൻ ഉമ്മാനെന്താക്കണം, നമ്മളിത് വഴിയൊരുക്കിയിട്ടായിരിക്കും. ഹജ്ജും ഉംറയും ചെയ്യാന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്ക് നിർബന്ധമാണ്. പലരും വിചാരിച്ച് വലിയ പൈസക്കാരനെ മാത്രം ഹജ്ജ് ഉണ്ടാവുന്നല്ല. അത് വലിയ ഗൗരവത്തിൽ കാണണം. നമ്മളൊക്കെ അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം.